അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് ക്രിയേറ്റ് യുവർ ഓൺ ഹോട്ട്സ്പോട്ട് 31 ഡിവൈസ് വരെ കണക്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നത്. വയർലെസ് കണക്ട് ചെയ്യാം, ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് നല്ല ഫോൺ കോൾ ചെയ്യാം, അതുപോലെ തന്നെ മെസ്സേജസൊക്കെ ചെയ്യാം. നല്ല QR കോഡോട് കൂടി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ബോക്സാണ് കിട്ടുന്നത്. പിന്നെ കുറേ കാർഡ്സ് ഉണ്ട്. അത് ഇത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളൊരിതാണ്. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളൊരു കാർഡാണ്. അതുപോലെ തന്നെ ഇത് വാറണ്ടി കാർഡാണ്. ഇത് ഇതിൻ്റെ ഒരു ആപ്പിനെ കുറിച്ചുള്ളൊരു കാർഡാണ്. പിന്നെ ചാർജർ സാധാ ചാർജറായിട്ട് തന്നെയാണ് വരുന്നത്. സാധാ ചാർജർ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ കുഞ്ഞി പെട്ടി അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ ഒരു വലിയ കേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ബാറ്ററി ആണെന്ന് തോന്നുന്നു. ഇത് ബാറ്ററിയാണ്. ഒരു QR കോഡ് കൂടി ആണ് നമുക്ക് ലഭിക്കുന്നത്. ബാറ്ററി ജിയോ എന്നൊക്കെ ഒരു എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു തുറന്ന് നോക്കാം. ഇത് നല്ല ഒട്ടിപ്പൊക്കെ ഉണ്ട് കേസിന്. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇത് പവർ ബട്ടണൊക്കെയാണ്. പിന്നെ ഇതിമേ എഴുതിയിട്ടുണ്ട്. ആ പവർ ബട്ടനെ കുറിച്ചൊക്കെ ഇതിമേ എഴുതിയിട്ടുണ്ട്. പിന്നെ അടിയിൽ ജിയോയുടെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ കുത്തിവെക്കുന്ന ഒരു ഐക്കൺ ഉണ്ട്. ഐക്കണല്ല, കുത്തിവെക്കുന്ന ഒരു പോർട്ട് കാണാം. ഇനി നമുക്കിതിലേക്ക് ബാറ്ററി ഇട്ട് നോക്കാം. ഇവിടെയാണ് നല്ല പണിയാണ് തുറക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു QR കോഡാണ് കാണാൻ പറ്റുന്നത് നല്ല രീതിയിൽ. പിന്നെ ഇവിടെ പാസ്വേഡ് കാണാൻ പറ്റും. പാസ്വേഡൊക്കെ ഇതിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇട്ടാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാം പവർ ബട്ടണൊക്കെ. അപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കാം. ആദ്യം ചോപ്പായിരുന്നു, ഇപ്പോൾ പച്ചായിട്ടുണ്ട്. ഫുൾ ചാർജ് ആക്കിയാണ്. പിന്നെ റേഞ്ച് ഇവിടെ ഇല്ല, അതായത് സിം ഇട്ടില്ല. ഇത് ചാർജ് അല്ല, ഇത് സൂചിപ്പിക്കുന്നത് തീരെ ഇല്ല എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ചോപ്പ് എന്ന് പറയുന്നത് റേഞ്ച് തീരെ ഇല്ല എന്നാണ്. ഇതിൽ നീലയും പച്ചയും വരാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, വരും. പച്ചയായാൽ ഫുള്ളാണെന്നാണ്. അതുപോലെ നീലയായാലൊരു മീഡിയം എന്നതൊക്കെയാണ്. ഇനി നമുക്ക് ഒരു സിം ഇടാം. അപ്പോൾ അതിനായി നമുക്ക് ബാക്ക് ഇത് ഓഫ് ചെയ്തിട്ട് തുറക്കുന്നതായിരുന്നു. ആദ്യം ചോപ്പായി കാണിക്കും, പിന്നെ ഓഫ് ആവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺ ആവുകയും ചെയ്യുക. നമുക്ക് തുറക്കാം. ബാറ്ററി ഊരാം. അപ്പോൾ അതുപോലെ തന്നെ സിമ്മും മെമ്മറി ഇവിടെ ഇടാനുള്ളൊരു ഓപ്ഷനുണ്ട്. സിം ഇടാം, മെമ്മറി ഇടാമെന്നാണ് ഇവിടെ കാണിച്ചിരുന്നത്. ഇവിടെ മെമ്മറി ഇടാം, ഇവിടെ സിം ഇടാം. അപ്പോൾ ജിയോ സിമ്മാണ് വേണ്ടത്. ജിയോ സിം നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇത് എങ്ങനെ ഇടേണ്ടതെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ മെമ്മറിയാണ്, ഇവിടെയാണ് സിം ഇടേണ്ടത്. ഇത് വലുതല്ല വേണ്ടത്, ചെറുതാണ്. അപ്പോൾ അതൊന്ന് ഊരി കൊടുക്കാം.
കുഞ്ഞി സിം നമുക്ക് ഇതിലേക്ക് ഇടാം. യെസ്. എന്നിട്ട് ബാറ്ററി അടക്കാം. അടപ്പ്. മെമ്മറി ഇപ്പോൾ തൽക്കാലം ഇടുന്നില്ല, നന്നായി അമർത്തേണ്ട ആവശ്യമുണ്ട്. ഇത് ചിലയിടത്തൊക്കെ അടയാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് കാണാം ആദ്യം ചുവപ്പായിട്ടാണ് വരിക, പിന്നെ അത് പച്ച നീല ആവുന്നത് നമുക്ക് കാണാം. ഉണ്ടോ? ഇപ്പോൾ പച്ചയായി, പിന്നെ ചുവപ്പായി, നീലയായി. അപ്പോൾ സിം ഇട്ടിട്ട് റേഞ്ച് കാണിക്കുന്നില്ലല്ലോ. റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫുൾ റേഞ്ചാണെന്നുള്ള എൻ്റെ ഒരു സൂചനയാണ് ഈ പച്ച. അപ്പോൾ ഇനി നമുക്ക് ഈ ആപ്പ് പരിചയപ്പെടാം. ഇനി നമുക്ക് ഇതൊന്ന് ഊരിക്കളയാം. ഇത് വേണ്ട. ഇപ്പോൾ നല്ല ക്ലിയർലി ലഭിക്കുന്നുണ്ട് സ്ക്രീനൊക്കെ. അപ്പോൾ നമുക്ക് അടിച്ചു നോക്കാം. ജിയോ കോൾ എന്നാണ് അടിച്ചു നോക്കേണ്ടത് തോന്നുന്നു. ജിയോ കോൾ എന്നിവിടെ വരുന്നുണ്ട്. ഇതാണ് ആ ആപ്പ്, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ട്, അതൊക്കെ കാണുക. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കോളൊക്കെ ചെയ്യാവുന്നതാണ്. ഇതുപയോഗിച്ച് സിമ്മ് ഇതിലേക്ക് ഇട്ടാൽ വീഡിയോ കോൾ വരെ ചെയ്യാം, മെസ്സേജസ് അയക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഫോണിൻ്റെ ഉപയോഗം തന്നെയാണ് അതിൽ നമുക്ക് ലഭിക്കുന്നത്. വെറും ഒരു കാലിഫോൺ കിട്ടിയാൽ മതി, സിമ്മും മെമ്മറിയൊക്കെ അതിൽ ഇടാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതേ ഐക്കൺ തന്നെയാണ് ഇവിടെയും കണ്ടത്. അപ്പോൾ ഐക്കണൊക്കെ റെഡിയാണ്. ഇത് ഞെക്കിയാൽ നമുക്ക് മേലൊരു എന്തോ വരുന്നത് കാണാം. അത് ഈ ആപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെ സാധനത്തിൻ്റെ കണക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അത് കുറേ സ്കിപ്പ് ചെയ്ത് പോകാനുണ്ട്. ഇതിവിടെ സ്റ്റാർട്ടിനാവുന്ന കാണിക്കുന്നുണ്ട്. ഇതിൽ കുറേ നമ്പേഴ്സൊക്കെ കാണാം. ഇതിൽ മെസ്സേജ് വന്നതാണ്. ഇപ്പോൾ വൈഫൈ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് അവിടെ JioFi3 അതിൻ്റെ ഇത് കാണാം, പിന്നെ കാണാം. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് അറിയണമെങ്കിൽ നമുക്ക് ആ പിന്ന് തുറന്ന് നോക്കണം. നമ്മളെ പ്രൊഡക്റ്റ് ആ ബാറ്ററീൻ്റെ അവിടെയാണ് പാസ്വേഡ് കാണുന്നത്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഒന്ന് ഓഫാക്കിയതിന് ശേഷം അടപ്പ് തുറക്കുകയാണെങ്കിൽ നന്നാവും. അല്ലാത്ത പക്ഷം കേടാനൊക്കെ സാധ്യതയുണ്ട്. എപ്പോഴും ഓഫായതിന് ശേഷം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മളെ പാസ്വേഡ്. നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം, കണക്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ WPS നെക്കി പിടിച്ചാൽ ലോക്കില്ലാതെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പച്ചയായിട്ടുണ്ട്. കുഞ്ഞ് കളിക്കുന്നതിനർത്ഥം കണക്റ്റ് ആയെന്നതാണ്. ഫുൾ പച്ചയായിട്ടുണ്ട്. അതിന് നിങ്ങൾ ഫോണിൽ ആദ്യം തന്നെ VPS പുഷ് ബട്ടൺ എന്നുണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും. ഇവിടെ കാണാം. അപ്പോൾ കണക്റ്റ് ആയാലും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഉണ്ടോ? ഫുൾ പച്ചയായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സാധനം ഈ കേസിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വൈഫൈ ബോർഡിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.